ഓം ഗുരുഭ്യോ നമഃ. ഓം ഗണപതേ നമഃ. ഓം സരസ്വതീ നമഃ. ഓം നമോ നമഃ ശിവായ നമോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഹ്രൂം നമഃ പരായ ഗോത്രേ നമഃ. ഓം അജദ്ഭുവേ നമഃ. ഓം ഹ്രീം നമഃ. ഓം രം രക്തേശ്വര്യൈ നമഃ. ഓം നമോ നാരായണായ രക്ഷസ്വമൂർത്തയേ നമഃ. പുത്തൻകാവിലമ്മേ ശരണം. പെരുമ്പാലൂരമ്മേ ശരണം. ശ്രീധർമ്മശാസ്താവേ ശരണം. ഹനുമൻ സ്വാമിയേ ശരണം. ശ്രീ അന്നപൂർണേശ്വരിയേ ശരണം. സർവദാഭ്യോം ദേവതാഭ്യോം നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പതേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം മരോഗതാം അജാഢ്യം വാക്പടുത്തം ച ഹനുമത്സ്മരേണാത് ഭവേദം. ഓം വാണീദേവി സുനീലവേണി സുഭഗേ വീണാരവം കൈതൊഴാം. വാണീ വൈഭവമോഹിനി ത്രിജഗതാം നാഥേ വിരിഞ്ച പ്രിയേ. വാണീ ദോഷമശേഷമാശുകളവാനെന്നാവിന്മേലെപ്പോഴും വാണിയിടേണം. അതിനു നിന്നടിയിൽ ഞാൻ വീഴുന്നു മൂകാംബികയും. ത്രിമൂർത്തിം ശക്തി സംയുക്തം ശ്രീവിദ്യാമന്ത്രമാതൃകാം ശ്രീചക്രമധ്യേ നിലയാം ശ്രീമൂകാംബികാം സദാം. ശ്രീമൂകാംബികാം സദാം. ശ്രീമൂകാംബികാം സദാം. സുഹൃത്തുക്കളായിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും വാൽമീകി രാമായണത്തിൻ്റെ പുണ്യമാർന്ന ദിവസത്തിലേക്ക് വിനീതമായ സ്വാഗതം. എല്ലാവിധത്തിലുള്ള നന്മകളും അനുഗ്രഹങ്ങളും നല്ലവരായിരിക്കുന്ന നമുക്കെല്ലാവർക്കും എന്നും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നമ്മളുടെ വാക്കും ചിന്തയും പ്രവൃത്തിയും എല്ലാം ഗുണകരവും അനുകൂലവുമായി മാറുവാൻ ജഗദീശ്വരൻ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ ഐശ്വര്യങ്ങളും നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് എത്തിയിട്ടുള്ള ശ്രീമതി ശ്രീദേവി നമസ്കാരം. അഞ്ജിത മുരളി നമസ്തേ. അംബിക നായർ നമസ്തേ. അനുജ രഘുനാഥ നമസ്തേ. രാജേഷ് കുമാർ രാജേന്ദ്രൻ നായർ നമസ്തേ. രാധാമണി നമസ്കാരം. വിനുകുമാർ പുഷ്പകല നമസ്തേ. ദിനേശ് നമസ്കാരം. രജനി രാമേന്ദ്രൻ നമസ്കാരം. ഹരിപുത്തൂർ നമസ്തേ. പ്രദീപ് കുമാർ നമസ്കാരം. ബിജേഷ് നമസ്തേ. ആരോ 2-3 പേരെ വിട്ടുപോയി തോന്നുന്നു. അത് ഇവിടെ നല്ല മഴയായതുകൊണ്ട് നമ്മൾ നെറ്റിലൊന്ന് കയറാൻ നോക്കിയപ്പം നെറ്റ്വർക്ക് പ്രോബ്ലം കാണിച്ചു. അപ്പോൾ അതുകൊണ്ടാണെങ്കിൽ മൊബൈലിലോട്ടങ്ങ് കയറാമെന്ന് വിചാരിച്ചു. മൊബൈലിൽ കയറുമ്പോൾ ചെറിയ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിൽ പോലും നമുക്ക് ഈ ഒരു ദിവസത്തെ മുടക്കണ്ട എന്ന് വിചാരിച്ചതാണ്. നമുക്കിന്ന് വിഷയത്തിലേക്ക് കടക്കാം. എനിക്കൊന്ന് മൊബൈലിലൊരു ശകലം ചാർജൂടെ കുറവാണ്. അപ്പോൾ എത്ര നേരം വരെ പോകുമെന്ന് അറിയില്ല. പ്രകാശൻ നമസ്തേ. സുധാകരൻ ടി പി നമസ്കാരം. സന്തോഷം. പ്രിയ തിരുമനസ്സേ സന്തോഷം. നമസ്കാരം പ്രിയ സുധാകരൻ ജി നമസ്തേ. പണ്ട് കാലത്ത് വിളിക്കുന്നതായിരുന്നു തിരുമനസ്സേ എന്നൊരു വാക്ക്. അപ്പോൾ എനിക്കൊന്ന് പൊതുവെ അങ്ങനെ ഒരു ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, തെക്കോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പോറ്റി എന്നാണ് വിളിക്കുന്നവരില്ല. എല്ലാവരെയും പോറ്റി എന്നോ ശാന്തി എന്നോ വിളിക്കുന്നത്. കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ തിരുമനസ്സേ തിരുമേനി എന്നൊക്കെ വിളിക്കും. ചിലയിടത്ത് അമ്പോറ്റി എന്ന് വിളിക്കും. അങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ ഓരോ രീതിയിലാണ്. പ്രസന്ന നായർ, മഞ്ജു സത്യജിത്ത് നമസ്തേ. എൻ്റെ പെങ്ങളുടെ പേരാണ് മഞ്ജു കേട്ടോ. മഞ്ജുവും മനോജുമാണ് ഞങ്ങൾ രണ്ടുപേരും. വീട്ടിലെ സതീഷും സന്ധ്യ എന്നാണ് വിളിക്കുന്നത്.
അനിൽ നായർ നമസ്തേ. അഭിനേക് അഭി നമസ്തേ. നമുക്കെന്നാ വിഷയത്തിലേക്ക് കിടക്കാം. ഇന്ന് കുറേ പുതിയ ആൾക്കാരെയും കൂടെ കാണുന്നു തോന്നില്ലേ? എന്തായിരുന്നാലും വളരെ എനിക്ക് തോന്നുന്നു ജഗദമ്മ കെ ഹരേ കൃഷ്ണ. ഭവ്യ രാജേഷ് ഭവ്യ നമസ്തേ. സുധാകർജി വളരെ സന്തോഷം. സുധാകർജി അങ്ങയുടെ വാക്കുകൾ അനുഗ്രഹമാകട്ടെ, അതൊരു ബലമാകട്ടെ. ശരിക്കും ഈ വാക്കുകളാണ് നമുക്ക് ഒരു വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ റിസൾട്ട് അതാണ്. എനിക്ക് തോന്നുന്നു സുധാകർജി നമ്മളിതുവരെ കണ്ടിട്ടില്ല, നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും അങ്ങയുടെ ഒരു പ്രാർത്ഥന കിട്ടിയത് വളരെയധികം സന്തോഷമുണ്ട്. അനിത കെ ജി നമസ്തേ. അപ്പോൾ നമുക്കിന്ന് മൊബൈല് അർച്ചന ലതീഷ് നമസ്തേ. പുഷ്പകല. ഇപ്പം ഞാനിന്ന് പേര് വായിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ, ഇല്ലേ? ഇത് നടക്കത്തില്ല. അനിത പ്രഭുദേവ് ഹരേ കൃഷ്ണ. ഇന്ന് ബൈക്കിൽ വന്ന സമയത്ത് കണ്ണിൽ ഇങ്ങനെ പൊടി അടിച്ചത്, കണ്ണത് ഭയങ്കര ഒരു അസ്വസ്ഥത പോലെ. രാധ സദാശിവൻ നമസ്തേ. നമുക്കിന്ന് വിഷയത്തിലേക്ക് കടക്കാം. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ പേര് പറഞ്ഞുകൊണ്ടിരിക്കില്ല. കാണുന്നതിനേക്കാൾ അധികം പരിചയ ബഹുമാനമുണ്ട്. അതെ തീർച്ചയായിട്ടും ഈ മുജ്ജന്മബന്ധമാണ് ഇതിൻ്റെയൊക്കെ ഒരു കാരണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ എവിടെയൊക്കെയോ ജനിച്ചവരാണല്ലേ? സുരേന്ദ്ര സാറേ നമസ്തേ. പ്രദീപ് ടി പി നമസ്തേ. നമ്മൾ ഏതൊക്കെയോ സ്ഥലങ്ങളിൽ ഏതൊക്കെയോ മാതാപിതാക്കൾക്ക് ജനിച്ചവരാണ്. പക്ഷേ ഈ ജന്മത്തിൽ നമ്മൾ കുറേ പേർ തമ്മിൽ പരസ്പരം എപ്പോഴും നല്ല അടുപ്പവും പരസ്പരം കണ്ടിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഒരുവിധം ഒരു പരിചയം ഉണ്ട്. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും തമ്മിൽ പരസ്പരവും നല്ല ആത്മബന്ധങ്ങളുണ്ട്. നമ്മളുടെ കാഴ്ചപ്പാടുകളും ചിന്തകളും രീതികളും ഏകദേശം ഒരുപോലെയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഏതെങ്കിലും മുജ്ജന്മ സംബന്ധമായിരിക്കുന്ന ബന്ധങ്ങളാകാം. കഴിഞ്ഞ ജന്മത്തിൽ ഒരു പക്ഷേ ഈ സുധാകരൻ DP ഒരു പക്ഷേ എൻ്റെ ഒരു നല്ല സഹോദരനാകാം. ചിലപ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള ബന്ധങ്ങളുണ്ടാകാം. സുരേന്ദ്രൻ സാറൊക്കെ വലിയ ഇപ്പോഴും എന്നെ വഴക്ക് പറയുന്നതിൽ ഒരാളാണ്. ഏത് സമയത്തും വഴക്ക് പറയുന്ന ആളാണ്. ജന്മാന്തര പുണ്യം. അതെ, ദാസ് പാറക്കൽ ഓക്കെ നമസ്തേ നമസ്തേ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആത്മബന്ധങ്ങളുടെ ഭാഗമാണ് രാജീഷ് ശർമ്മ കൈലാസം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേര് ഫോൺ ചെയ്യുകയും ഒരുപാട് പേര് നേരിട്ട് കാണുകയും തൃശ്ശൂരിൽ നിന്ന് ഒരിക്കൽ ഒരു പറ്റ അമ്മമാരെല്ലാം കൂടെ അവിടെ ഒരിക്കൽ എൻ്റെ അടുക്കൽ വന്നിരുന്നു. ഞാൻ പൂജ കഴിക്കുന്ന അമ്പലത്തിൽ അവരെല്ലാവരും കൂടി വന്നിട്ട് വരികയൊക്കെ ചെയ്തവരുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു ജീവിതത്തിലൊരു മുജ്ജന്മ, അദ്ദേഹം പറഞ്ഞ സുധാകർജി പറയുന്ന പോലെ ജന്മാന്തരകൃത പുണ്യമാണ്. അതാണ് ഇതിൻ്റെയൊക്കെ ഭാഗമെന്ന് നമ്മൾ വിചാരിക്കും. നമ്മളിന്നലെ പറഞ്ഞതിൽ മുനിമാരുടെ സങ്കട നിവേദനം ഉണ്ടായിരുന്നില്ലേ? കൃഷ്ണൻ തെക്കേടത്ത് നമസ്തേ. പ്രസന്ന നായർ മുൻജന്മ സുഹൃതവും തീർച്ചയായിട്ടും. മാത്യു അഗസ്റ്റി ഹരേ നമസ്തേ. ഉണ്ണികൃഷ്ണൻ നമസ്തേ. നാരായണ നമസ്തേ. അപ്പം അങ്ങനെ മുനിമാരുടെ സങ്കടങ്ങളെല്ലാം പറഞ്ഞു ശ്രീരാമചന്ദ്രനോട്. തങ്ങൾക്ക് രാവണാദികളായിരിക്കുന്ന അസുരന്മാരിൽ നിന്നും ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ. ഗിരീഷ് കുമാർ നമസ്തേ. അപ്പോൾ ആ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അവിടുന്ന് വേണ്ടുന്ന അനുഗ്രഹങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഗിരീഷ് കുമാർ നമസ്തേ സുധീഷ്ണാശ്രമത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ സുധീഷ്ണാശ്രമത്തിൻ്റെ തൻ്റെ തപോആശ്രമത്തിൽ ശ്രീരാമചന്ദ്രാദികളൊക്കെ എത്തി എന്നറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷത്തോടുകൂടി വളരെയധികം ആനന്ദത്തോടു കൂടിയിട്ട് അദ്ദേഹം അവരെയെല്ലാം വേണ്ട വിധത്തിൽ സ്വീകരിച്ചിരുത്തി.
പണ്ട് കാലത്തൊക്കെ നമ്മൾ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ പാദം കഴുകി അതിഥികളെ ആതിഥ്യ മര്യാദകൾ നൽകി അവരെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം ഭക്തിപൂർവ്വം വിളിച്ചിരുത്തണമെന്നാണ്. അപ്പോൾ അങ്ങനെ അർഘ്യപാദ്യാദികളെല്ലാം നൽകിയതിന് ശേഷം രാജേഷ് പന്തളം നമസ്തേ, ജയ് ശ്രീറാം. അപ്പോൾ അങ്ങനെ അവിടെ ഇരുത്തി അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ പറയുന്നുണ്ട്, അങ്ങയോട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട്. അപ്പോൾ വിജീവ് കുമാർ നമസ്തേ, സരസ്വതി ആർ നായർ നമസ്തേ, പ്രകാശ് ജി നമസ്തേ. അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ ഗുരുനാഥൻ്റെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഞാൻ രാമനാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാമനാമം ജപിച്ചുകൊണ്ടിരുന്നിരുന്ന് ഏറ്റവും കൂടുതൽ തവണ രാമനാമം ജപിക്കുന്ന സമയത്ത് എനിക്കുറപ്പുണ്ടായിരുന്നു ഒരിക്കലെങ്കിലും അങ്ങ് എൻ്റെ അടുക്കൽ വരുമെന്ന്. അപ്പോൾ അങ്ങ് ഇന്ന് കുടുംബസമേതം അങ്ങയുടെ ധർമ്മപത്നിയോടൊപ്പം അങ്ങയുടെ പ്രിയ അനുജനോടൊപ്പം അങ്ങ് ഇന്ന് എൻ്റെ ആശ്രമത്തിലെത്തിയപ്പോൾ ഇത് ഒരു വലിയ സൗഭാഗ്യമായി തന്നെ ഞാൻ കരുതുകയാണ്. കാരണം ഒരു സാധാരണക്കാരനായിരിക്കുന്ന ഒരാളുടെ അടുക്കലേക്ക് ഈശ്വരതുല്യനായിരിക്കുന്ന അങ്ങയുടെ സാന്നിധ്യം എത്തുന്നത് ഒരു വലിയ ഭാഗ്യമാണ്, ഒപ്പം വലിയൊരു യോഗവും കൂടിയാണ്. അതുകൊണ്ട് ജനന മരണരഹിതവും നിത്യാനന്ദപ്രദായകവുമായിരിക്കുന്ന സായുജ്യ പദവിയാണ് അല്ലയോ സുധീഷ്ണ അങ്ങേക്ക് ലഭിക്കാൻ പോകുന്നതെന്ന് ശ്രീരാമ പരമാത്മാവ് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു എന്നാണ്. അങ്ങനെയുള്ള അനുഗ്രഹങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, അങ്ങ് എത്രയും വേഗം അഗസ്ത്യമുനിയുടെ ആശ്രമത്തിലേക്ക് പോകണം. അഗസ്ത്യമുനിയുടെ ആശ്രമത്തിൽ ചെന്ന് കഴിയുമ്പോൾ അങ്ങയുടെ ഉദ്ദേശം എന്താണോ അതൊരു പൂർണ്ണതയെത്തും. കാരണം അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഇനി എവിടെയാണ് താൻ താമസിക്കേണ്ടത്, ഈ വനത്തിൽ എവിടെയാണ് ഒരു ആശ്രമം കെട്ടി താമസിക്കേണ്ടത് എന്ന് ഉള്ള ഒരു സംശയമുണ്ട്. ആ സംശയത്തിൻ്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ സംശയത്തിൻ്റെ ഒരു മറുപടി അങ്ങേക്ക് അവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വളരെയധികം ജയചന്ദ്ര നമസ്തേ, പ്രഭാകൃഷ്ണദാസ് നമസ്തേ, ഭരത നമസ്തേ. അപ്പോൾ അങ്ങനെ സുധീഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം അവരവിടെ നിന്നും അനുഗ്രഹങ്ങളെല്ലാം നൽകി അവിടെ നിന്ന് അടുത്ത ദിവസം സ്നാനങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം അവിടേക്ക് തങ്ങി അവിടെ നിന്നും അഗസ്ത്യമുനിയുടെ ആശ്രമത്തിലേക്ക് അവർ പോവുകയാണ്. അങ്ങനെ അഗസ്ത്യമുനിയുടെ ആശ്രമത്തിലേക്ക് പോകുന്ന വഴിക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആനന്ദകരമായിരിക്കുന്ന ചിന്തകളോട് കൂടിയിട്ടാണ് അവർ പോകുന്നത്. കാരണം ഒരു രാജകീയമായ പദവിയിൽ നിന്നും ഒരു തപോനിഷ്ഠനായിരിക്കുന്ന ഒരാളുടെ പദവിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ രാധാമണി ആറന്മുള കൈപ്പുഴ വിഷ്ണു ക്ഷേത്രം ഗർഗഭാവ സപ്താഹത്തിന് പരിചയപ്പെട്ടു. അങ്കനവാടി ടീച്ചറാണ്, പാർവതിയെ കണ്ടു. ഓക്കെ ഓർമ്മയുണ്ട്. വളരെ സന്തോഷം. അംഗനവാടി ടീച്ചർ. ഓക്കെ, ഞങ്ങളന്ന് NSSൻ്റെ അവിടെ വന്നപ്പോൾ പരിചയപ്പെട്ടിരുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ പോകുന്ന വഴിയിൽ പറയുന്നുണ്ട്, കാരണം ഒരു രാജകീയമായ പദവിയിൽ നിന്നും ഒരു തപോനിഷ്ഠൻ്റെ ഒരു പദവിയിലേക്ക് ഒരു അവസ്ഥയിലേക്ക് മാറി കഴിയുമ്പോൾ കിട്ടുന്ന ചില സൗഭാഗ്യങ്ങളൊക്കെ ജീവിതത്തിലുണ്ട്. അത് അനുഭവിച്ച് ആസ്വദിച്ചറിയുന്നത് വളരെയധികം ബലമുള്ള ഒരു മാനസികാവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയാണ് അവർ അവിടെ നിന്നും സുധീഷ്ണൻ്റെ ആശ്രമത്തിൽ നിന്നും അഗസ്ത്യമുനിയുടെ ആശ്രമത്തിലേക്ക് പോകുന്നത്. അഗസ്ത്യമുനി ഒരു നിസ്സാരക്കാരനല്ല. അഗസ്ത്യമുനിയെ നമ്മൾ പിന്നീട് വീണ്ടും കാണും. ഇവിടെ ഇപ്പോൾ അഗസ്ത്യമുനിയെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വലിയ ഗുണമുണ്ട്. അതായത് ശ്രീരാമചന്ദ്രന് കൃത്യമായിരിക്കുന്ന ഒരു നിർദ്ദേശം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ സാന്നിധ്യം എന്ന് പറയുന്നത്. അങ്ങനെ ശിഷ്യോത്തമനായിരിക്കുന്ന സുധീഷ്ണൻ ഭക്തിപൂർവം ഗുരുസന്നിധി പ്രാപിച്ചിട്ട് രാമസമാഗമ വൃത്താന്തത്തെ അഗസ്ത്യമുനി അറിയിക്കുകയും ഇത് ശ്രവിച്ച മാത്രയിൽ തന്നെ അദ്ദേഹത്തിന് ആനന്ദകരമായിരിക്കുന്ന അനുഭൂതിയോടുകൂടി അദ്ദേഹം വന്നിരിക്കുന്ന ശ്രീരാമചന്ദ്ര സീത ലക്ഷ്മണന്മാരെ ആചാര ഉപചാരങ്ങളോടുകൂടി അദ്ദേഹത്തെ സ്വീകരിക്കുകയും ദശരഥപുത്രനായിരിക്കുന്ന ജനകാത്മജയെയും എല്ലാം എതിരേറ്റ്
കൃത്യമായിരിക്കുന്ന ഒരു സൽക്കാരാദികൾ നടത്തിക്കൊണ്ട് അദ്ദേഹത്തെ സ്ഥലത്തിരുത്തി. രാമനെ സാക്ഷാൽ ജഗദീശ്വരനായി തന്നെ കണ്ടുകൊണ്ട്, അന്തരാത്മാവിൽ കണ്ടുകൊണ്ട് തന്നെ അദ്ദേഹം മുന്നോട്ട് പോകുന്നു. തൻ്റെ ആശ്രമം സന്ദർശിച്ചതിൻ്റെ സ്മാരകമായി അഗസ്ത്യൻ രാമചന്ദ്രന് വാസവൻ പണ്ട് തന്നെ ഏൽപ്പിച്ചിരുന്ന ഒരു വൈഷ്ണവ ജാപവും ബ്രാഹ്മമായിരിക്കുന്ന ഒരു ബാണവും ശൈവമായിരിക്കുന്ന ഒരു തൂണീരവവും ദാനം ചെയ്തു എന്നാണ്. തനിക്ക് ആവശ്യമുള്ളപ്പോൾ അവ മൂന്നും സ്വയം തൻ്റെ കയ്യിൽ വന്നുകൊള്ളട്ടെ എന്ന് അനുഗ്രഹിച്ച് മുനിവരനെ തന്നെ തിരികെ അദ്ദേഹം അത് ഏൽപ്പിക്കുകയും ചെയ്തു. അന്ന് രാത്രി എല്ലാവരും ആ അഗസ്ത്യമുനിയുടെ ആശ്രമത്തിൽ തങ്ങി. പിറ്റേ ദിവസം തൻ്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ്, കാരണം പണ്ട് കാലത്ത് എല്ലാവരും അവർ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ കുളി കഴിഞ്ഞ് പ്രാർത്ഥനാദികൾ ജപങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പുറപ്പെടാനായിട്ട് പോകുമ്പോൾ അങ്ങേക്ക് ഇപ്പം അഗസ്ത്യമുനി പറയുന്നുണ്ട്, അങ്ങ് സങ്കേതമില്ലാത്ത യാത്രയാണല്ലോ അങ്ങിപ്പോൾ നടക്കുന്നത്. അപ്പം അത് മാറ്റി അങ്ങേക്ക് ഒരു കൃത്യമായിരിക്കുന്ന ഒരു സങ്കേതത്തെ ഞാൻ അങ്ങേക്ക് പറഞ്ഞു നൽകാം. ഇവിടെ നിന്നും 2 യോജന തെക്കോട്ട് പോയി കഴിയുമ്പോൾ ഗൗതമി നദി എന്ന് പറയുന്നൊരു നദിയുണ്ട്. ആ ഗൗതമി നദിയാണ് ഇപ്പോഴത്തെ ഗോദാവരി നദി എന്ന് പറയുന്നത്. അതിൻ്റെ തീരത്ത് പഞ്ചവടി എന്നു പേരുള്ള ഒരു പുണ്യസ്ഥലമുണ്ട്. അവിടെ ഒരു ആശ്രമം അങ്ങ് നിർമ്മിച്ചിട്ട് അവിടെ അങ്ങ് അധിവസിക്കണം. ദുഷ്ടന്മാരായിരിക്കുന്ന അസുരന്മാരെയെല്ലാം സംഹരിച്ചുകൊണ്ട് ദേവകാര്യം അങ്ങയ്ക്ക് നിർവിഘ്നം നിർവഹിക്കാൻ അങ്ങയ്ക്ക് സാധ്യമാകട്ടെ എന്ന് അനുഗ്രഹിക്കുകയാണ്. അഗസ്ത്യമുനിയുടെ പാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണകുമാരനും അവിടെ നിന്ന് യാത്രയായി. ദണ്ഡകാരണ്യത്തിൻ്റെ ഒരു ഭാഗത്ത് ക്രൗഞ്ചം എന്ന പേരിലുള്ളൊരു മലനിരകളുണ്ട്. പണ്ട് ഭാർഗവരാമൻ ഒരു വിശിഖം ഉപയോഗിച്ച് 2ആക്കി പിളർന്ന് അതിലൊരു ഭാഗം അത് കണ്ടിട്ട് ആനന്ദിച്ചിട്ട് ഭഗവാൻ പരമശിവൻ ഇവർക്ക് പരശുരാമന് പരശു ആയുധമാക്കി നൽകിയതായിട്ട് കഥകളൊക്കെ ഉണ്ട്. അങ്ങനെ അതുവഴിയൊക്കെ ഇങ്ങനെ അതിൻ്റെ കീഴ്ഭാഗത്തു കൂടി അതിൻ്റെ താഴ്വരയിൽ കൂടി ഇങ്ങനെ അവർ നടന്നു പോകുമ്പോൾ അവിടെ ഒരു അരുണൻ്റെ പുത്രനായിരിക്കുന്ന, അതോടൊപ്പം തന്നെ സമ്പാദിയുടെ അനുജനായിരിക്കുന്ന ഒരു പക്ഷി ശ്രേഷ്ഠനെ കണ്ടു എന്നാണ് പറയുക. അങ്ങനെ പക്ഷി ശ്രേഷ്ഠനെ കണ്ടപ്പോൾ അവിടെ വെച്ച് അദ്ദേഹത്തിന് ഈ പോകുന്ന ആളിനെ കണ്ടപ്പോൾ ഇതെന്താണ്, ഈ പോകുന്ന ആൾക്കാരാരാണ് എന്ന് ആ പക്ഷി ശ്രേഷ്ഠൻ ചിന്തിച്ചു. ആ പക്ഷി ശ്രേഷ്ഠൻ്റെ പേരെന്ന് പറയുന്നത് ജഡായു എന്നാണ്. അപ്പോൾ ഈ പോകുന്ന ആരാണെന്ന് അദ്ദേഹം ചിന്തിച്ചപ്പോൾ തൻ്റെ പ്രിയ സുഹൃത്തായിരിക്കുന്ന ദശരഥൻ്റെ മകനാണ് ഈ പോകുന്ന ശ്രീരാമചന്ദ്രനും ലക്ഷ്മണകുമാരനും ഒപ്പം ജനക മഹാരാജാവും എന്ന് മനസ്സിലായി. അപ്പോൾ ഇത് കണ്ടപ്പോൾ ആ ജഡായു ഇവരുടെ അടുക്കലേക്ക് ചെന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് പക്ഷേ ശ്രീരാമചന്ദ്രൻ അത് മനസ്സിലായില്ല. അപ്പോൾ ശ്രീരാമചന്ദ്രൻ ഉടൻ തന്നെ ലക്ഷ്മണകുമാരനോട് പറഞ്ഞു, ഈ പോകുന്നത് ഈ കാണുന്നത് ഒരു പക്ഷിയാണെങ്കിലും ഇത് ആസുരിക സ്വഭാവമുള്ള അസുരന്മാർ തൻ്റെ മായ കൊണ്ടൊരു രൂപം ധരിച്ചുകൊണ്ട് അവർ വരുന്നതായിരിക്കാം. അതുകൊണ്ട് ഉടൻ തന്നെ ഒരു വില്ലിങ്ങി തരൂ. പക്ഷിരൂപത്തിൽ കിടക്കുന്ന ഈ മായാവിയായിരിക്കുന്ന ഭയങ്കര നിശാചരനായിരിക്കുന്ന, അതായത് നിശാചരൻ എന്ന് പറയുമ്പോൾ രാത്രിയിൽ സഞ്ചരിക്കുന്നവൻ, രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുന്നവർ അസുരന്മാരാണ്. അപ്പോൾ രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുന്നതായിരിക്കുന്ന നിശാചരനാണ്, ഇവനെ ഇപ്പോൾ തന്നെ കൊന്നുകളയണമെന്ന് പറഞ്ഞ് വില്ലു കുലച്ച സമയത്ത് ഇത് കേട്ടിട്ട് ആ പക്ഷിശ്രേഷ്ഠൻ തൊഴുകൈകളോട് കൂടിയിട്ട് പറയുന്നുണ്ട്, അല്ലയോ ഭഗവാനെ, ഞാൻ ഒരിക്കലും രാക്ഷസനല്ല, ഞാൻ വധിക്കപ്പെടേണ്ടവനുമല്ല, അതുകൊണ്ട് അങ്ങ് എന്നെ കൊല്ലരുത്. അവിടുത്തെ പിതാവായിരിക്കുന്ന ദശരഥ മഹാരാജാവിൻ്റെ ബാല്യകാലത്തെ സുഹൃത്തായിരിക്കുന്ന ജഡായുവാണ് ഞാൻ. എൻ്റെ അച്ഛൻ സൂര്യസാരഥിയായിരിക്കുന്ന അരുണനും അമ്മ കദ്രുനന്ദിനിയായിരിക്കുന്ന സുരസ എന്ന ആളുമാണ്. അതൊരു നാഗവനിതയാണ്. ഗരുഡൻ എൻ്റെ അച്ഛൻ്റെ അനുജനാണ്.
സൂര്യകുലജാതനായിരിക്കുന്ന അവിടുന്ന് സൂര്യസാരഥിയായിരിക്കുന്ന ഈ അരുണന്റെ മകനെ അങ്ങ് കൊല്ലരുത്. നിന്തിരുവടി ആരാണെന്ന് അങ്ങ് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങയുടെ അനുഗ്രഹമായിരിക്കും എനിക്ക് ലഭിക്കുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഭഗവാനെ എന്ന് തൊഴുകൈകളോടുകൂടി ആ ജടായു ഭഗവാന്റെ മുമ്പിൽ തൊഴുകൈകളോടുകൂടി പറഞ്ഞു. തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് താൻ തെറ്റിദ്ധരിച്ചു പോയി, ഒരു അസുരനാണെന്ന് തെറ്റിദ്ധരിച്ചു പോയി. അതുകൊണ്ട് തനിക്കൊരു അബദ്ധമാണ് തൻ്റെ ജീവിതത്തിൽ അത് പറ്റിയത് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഉടൻ തന്നെ അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ തൊഴുകൈകളോടുകൂടി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് അങ്ങയെ തെറ്റിദ്ധരിച്ചതാണ്. അങ്ങയുടെ ബാല്യകാല സുഹൃത്തായിരിക്കുന്ന ദശരഥൻ്റെ മക്കളായിരിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയെ കാണാൻ സാധിച്ചത് ഒരു വലിയ പുണ്യവും സുഹൃതവുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ആ ജടായുവിനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അങ്ങനെ ആലിംഗബദ്ധരായിരിക്കുന്ന ജടായുവിൻ്റെയും ശ്രീരാമചന്ദ്രൻ്റെയും രൂപം കണ്ടപ്പോൾ ജാനകീദേവിയും ലക്ഷ്മണകുമാരനും തൊഴുകൈകളോടുകൂടി എത്ര സുന്ദരമായിരിക്കുന്ന ഒരു മുഹൂർത്തമാണെന്ന് ആലോചിച്ച് നോക്കൂ. ആ സുന്ദരമായിരിക്കുന്ന മുഹൂർത്തത്തിൻ്റെ മുമ്പിൽ അവർ തൊഴുകൈകളോടുകൂടി നിന്നു. എന്നിട്ട് ഇത്രയും ആനന്ദകരമായിരിക്കുന്ന ഒരു അനുഭവത്തെ, ആ അവസ്ഥയെ കാണാൻ സാധിച്ചതൊരു പൂർവപുണ്യ സുഹൃതമായി തന്നെ അവർ കരുതി. എന്നിട്ട് എന്ത് ചെയ്തു? ഈ ശ്രീരാമചന്ദ്രൻ തൻ്റെ ആലിംഗബദ്ധനായിരിക്കുന്ന ജടായുവിനോട് പറഞ്ഞു, അങ്ങയുടെ ഈ ഒരു സാന്നിധ്യം ഇങ്ങനെയൊരു ഞങ്ങളുടെ യാത്രയിൽ കണ്ടതൊരു വലിയ സൗഭാഗ്യമായി തന്നെ കരുതുകയാണ്. തൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ മകനായിരിക്കുന്ന ദശരഥ പുത്രനായിരിക്കുന്ന രാമൻ്റെ നെറുകയിലൊന്ന് തലോടിക്കൊണ്ട് ചോദിച്ചു, എവിടെ എൻ്റെ പ്രിയ സുഹൃത്തായിരിക്കുന്ന ദശരഥൻ? അദ്ദേഹത്തിന് ഇപ്പോഴും സുഖം തന്നെയാണോ? എനിക്ക് തോന്നുന്നു പ്രായാധിക്യം കൊണ്ട് അദ്ദേഹം രാജകീയമായിരിക്കുന്ന ചുമതലകളെല്ലാം മാറി സ്വസ്ഥവും സമാധാനപരവുമായിരിക്കുന്ന ജീവിതത്തിലൂടെ യാത്ര തിരിക്കുകയായിരിക്കാം. കാരണം ഇത്രയും സുന്ദരനും സുമുഖനും കഴിവുള്ളവനുമായിരിക്കുന്ന യോഗ്യനുമായിരിക്കുന്ന ഒരു നല്ല മകനുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഇനി വിശ്രമ ജീവിതം നയിക്കാമല്ലോ. ഇത് കേട്ട ഭഗവാന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ താഴേക്ക് വീണു. ഭഗവാന്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് ജടായു ചോദിച്ചു, എന്താണ് ഭഗവാൻ ഈ അങ്ങയുടെ കണ്ണുകൾ നിറയുന്നത്? അപ്പോൾ പറഞ്ഞു, എൻ്റെ അച്ഛൻ്റെ പ്രിയ സുഹൃത്തായിരിക്കുന്ന അങ്ങയെ ഞാൻ എൻ്റെ അച്ഛന് തുല്യനായി തന്നെ കാണുന്നു. ഒപ്പം ഞാൻ വളരെ വേദനകരമായിരിക്കുന്ന ഒരു കാര്യം അങ്ങയെ അറിയിക്കട്ടെ. എൻ്റെ അച്ഛൻ സ്വർഗലോകം പ്രാപിച്ചിരിക്കുന്നു. അല്പനാളുകൾക്ക് മുമ്പ് അദ്ദേഹം സ്വർഗപദവി പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും തൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ മരണവൃത്താന്തത്തെ അറിഞ്ഞ ജടായു തൻ്റെ 2 കൈകൾ കൊണ്ട് തൻ്റെ മുഖം പൊത്തിക്കൊണ്ട് വാവിട്ട് കരഞ്ഞു. ഹേ പ്രിയ സുഹൃത്തെ, അങ്ങയെ ഒരിക്കൽ കൂടി കാണുവാൻ ആഗ്രഹമുണ്ടായിരുന്ന എൻ്റെ മനസ്സിൻ്റെ ഈ ആഗ്രഹം തറയിൽ വീണുടഞ്ഞുപോയ ഒരു ചില്ലുകൊട്ടാരമായി മാറിയല്ലോ എന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് അല്പസമയം വേദനയോടുകൂടി നിന്നു ജടായു. തൻ്റെ അച്ഛനോടുള്ള അദ്ദേഹത്തിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ മുമ്പിൽ ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണകുമാരനും തൊഴുകൈകളോടുകൂടി നിന്നു. എന്നിട്ട് പറഞ്ഞു, അച്ഛൻ്റെ ആഗ്രഹപ്രകാരം, എൻ്റെ അമ്മയ്ക്ക് അച്ഛൻ നൽകിയ വാക്കുപ്രകാരം ഞാൻ കാനനവാസത്തിനായി വന്നതാണ്. 14 വർഷം കാനനവാസത്തിനായി വന്നതാണ്. അതുകൊണ്ട് അങ്ങയുടെ എല്ലാ അനുഗ്രഹങ്ങളും എനിക്കുണ്ടാകണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു, അങ്ങയോടൊപ്പം അങ്ങേക്ക് അനുഗ്രഹം മാത്രമല്ല, ഈ കാട്ടിൽ വസിക്കുന്ന സമയത്ത് അങ്ങേക്ക് ഒരു നല്ല കാവലായി ഒരു അനുചരൻ ആവശ്യമാണ്, ഒരു ദാസൻ ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ ദാസനായി അങ്ങയോടൊപ്പം നിന്നുകൊള്ളാം. എൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ മകൻ എനിക്ക് മകന് തുല്യനാണ്, അങ്ങ് ഈശ്വരതുല്യനാണ് എന്നും ഞാൻ അറിയുന്നു. അതുകൊണ്ട് അങ്ങയോടൊപ്പം ഞാൻ നിന്നുകൊള്ളാമെന്ന് പറയുമ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, അല്ലയോ പ്രിയ സുഹൃത്തെ, അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനിന്ന് ഒരു രാജകീയമായ പദവിയിൽ നിൽക്കുന്ന ആളല്ല. ഒരു താപസ ശ്രേഷ്ഠനായിട്ട് അല്ലെങ്കിൽ ഒരു വനസഞ്ചാരിയായിട്ട് പോകുന്ന ആളാണ്. അപ്പോൾ എനിക്ക്
ഇവിടെ ഒരു അനുചരനെയോ ഭൃത്യനെയോ ആവശ്യമില്ല. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ അങ്ങയോട് പറയുന്നു, ഏതെങ്കിലും സമയത്ത് അങ്ങയുടെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ അങ്ങയെ സമീപിച്ചു കൊള്ളാം. അങ്ങ് ദയവായി ഞങ്ങൾക്ക് പോകുവാനുള്ള അനുവാദം നൽകണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഭഗവാൻ അനുഗ്രഹം നൽകിയിട്ട് ഗൗതമീ തീര നദിയുടെ തീരത്തുള്ള പഞ്ചവടിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഭഗവാൻ ജടായുവിൻ്റെ അനുവാദത്തോടുകൂടി ഭഗവാനും സീതാദേവിയും ലക്ഷ്മണകുമാരനും നടന്നു. പുണ്യനദിയായിരിക്കുന്ന ഗോദാവരിയുടെ നദീതീരത്ത് പോകുന്ന വഴിയിൽ ഗൗതമി നദിയിൽ തീരത്തിറങ്ങി അവിടെ കുളിച്ച് ശുദ്ധരായിട്ട് തെക്കേ കരയിലുള്ള പഞ്ചവടിയിലേക്ക് അവർ പോയി. 5 വലിയ വടവൃക്ഷങ്ങൾ ഒരേ വലിപ്പത്തിലും രൂപത്തിലും ശാഖോപശാഖകളായി നിൽക്കുന്ന, ഒരു പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു വൃത്തരേഖ എന്ന പോലെ വളർന്നു നിൽക്കുന്നിടത്ത്, അതുകൊണ്ടാണ് അതിനെ പഞ്ചവടികൾ എന്ന് പറയുന്നത്. 5 വലിയ വടവൃക്ഷങ്ങളാണ്. വടവൃക്ഷം എന്ന് പറഞ്ഞ പേരാലാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ അവർ ഒരു പർണശാല കെട്ടാമെന്നവർ വിചാരിക്കുന്നു. സുബീല വേണു, നമസ്തേ. അല്ല, സുശീല അല്ലേ, ദൂരെ നിന്ന് കാണുമ്പോൾ സുശീല വേണു, ഓക്കെ, നമസ്തേ. അപ്പം അതിന് പഞ്ചവടി എന്ന് ഞാൻ പേര് പറയുന്നതിന് എന്താണ് കാരണം? ആ കഥയാണ് അവിടെ പറയുന്നത്. പണ്ടൊരിക്കൽ ഗർവിഷ്ഠന്മാരും മതാന്ധന്മാരുമായിരിക്കുന്ന 5 ഗന്ധർവ തരുണന്മാർ ഈ അടവിൽ അപ്രതീക്ഷിതമായി വന്നപ്പോൾ, തുളസീദാസ് നമസ്തേ. അപ്പോൾ അവിടെ വന്ന സമയത്ത് അഗസ്ത്യ മഹർഷിയെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ അവർ തടഞ്ഞു നിർത്തിയെന്നാണ്. രോക്ഷാകുലനായി തീർന്ന മുനി അവരെ ശപിച്ചു, നിങ്ങൾ 5 പേരും വടവൃക്ഷങ്ങളായിട്ട് തീരട്ടെ എന്ന്. അവരിങ്ങനെ വലിയ പേരാൽ മരങ്ങളായി രൂപം പ്രാപിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇതൊരു സാധാരണക്കാരനല്ല. അതുകൊണ്ട് ഞങ്ങൾക്കുണ്ടായ ഈ തെറ്റിന് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്ന അങ്ങയോട് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, സാരമില്ല, സൂര്യവംശജാതനായിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ സപത്നിയോടൊപ്പം അവിടെ എത്തും. അപ്പോൾ അവിടെ നിന്നും പർണശാല നിർമ്മിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ശാപമോക്ഷം കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്ഥലത്തിന് പഞ്ചവടി എന്ന പേരും ലഭിച്ചു. ഏലപ്പാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ മേശാന്തി ഉണ്ണികൃഷ്ണൻ ചേട്ടാ നമസ്കാരം. ചേട്ടൻ്റെ മകളാണ് കൃഷ്ണപ്രിയ ഉണ്ണികൃഷ്ണൻ്റെ നമ്മൾ ഹരിനാമകീർത്തനമൊക്കെ നമുക്ക് സുപരിചിതമാണ് അല്ലേ? നമ്മൾക്ക് എല്ലാവർക്കും പരിചിതമാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ പേജിൽ ഏറ്റവും കൂടുതൽ ഷെയർ നടന്നേക്കുന്നത് കൃഷ്ണപ്രിയയുടെ ഹരിനാമകീർത്തനമാണ്. ചേട്ടനും ഒരുപാട് അഷ്ടോത്തരങ്ങൾ നമ്മുടെ പേജിനകത്ത് ശാംഭവം നടന്ന സമയത്ത് ജപിച്ചു തന്നിരുന്നു. ഏലപ്പാറ ശ്രീകൃഷ്ണസ്വാമിയുടെ വർഷങ്ങളായി, ഒരുപാട് വർഷക്കാലമായി അവിടുത്തെ മേൽശാന്തിയാണ്. ഒരു നല്ല സുഹൃത്താണ്, ഗുരുതുല്യനാണ്, ഒപ്പം നല്ല 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 നിർദ്ദേശങ്ങൾ നൽകുന്ന ആൾ കൂടിയാണ്. അപ്പം അങ്ങനെ 5 വൃക്ഷങ്ങൾ നിന്ന പഞ്ചവടിയുടെ ഇടയിൽ ഒരു പർണശാല കെട്ടി അവിടെ സുമിത്രാത്മജനോട് ഒപ്പം ജാനകീദേവിയോടൊപ്പം ശ്രീരാമചന്ദ്രൻ വസിക്കാനായി തുടങ്ങുമ്പോൾ അടുത്ത് കണ്ട ഒരു വലിയ വൃക്ഷം അവിടുത്തെ നിൽക്കുകയും ഒരു നെടിയ ഉത്തരത്തിന് വേണ്ടി ലക്ഷ്മണൻ സമീപത്ത് കണ്ട ഒരു വലിയ കരിമരം അവിടെ മുറിച്ചിട്ടു. ആ തടി വീണ ഉടൻ തന്നെ അത് അപ്രത്യക്ഷമായി തൽസ്ഥാനത്തൊരു രാക്ഷസ യുവാവിൻ്റെ ശരീരം അവിടെ ഉണ്ടായി എന്നാണ് പറയുന്നത്. ശരീരത്തിൽ തലയേറ്റ മാതിരി കാണപ്പെട്ട ഈ ജഡം ആരുടേതാണ് എന്ന് ചിന്തിക്കുന്ന സമയത്ത് അവിടെ ഒരു അനുഗ്രഹമുണ്ടായി. അതായത് ഇതാരാണ് എന്ന് ചിന്തിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ഒരു രാക്ഷസ യുവാവായിരിക്കുന്ന ഒരാളുണ്ട്. രാവണ ഭഗിനിയായിരിക്കുന്ന ശൂർപ്പണഖയുടെ പുത്രൻ ശുംഭുകുമാരൻ എന്ന പേരുള്ള ആളാണ്. അദ്ദേഹം മൃത്യുഞ്ജയമൂർത്തിയെ തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യാദൃശ്ചികമായി അവർ മൈഥിലിയെ ദൂരെ വെച്ച് കണ്ടു. ദുർവികാര പ്രേരിതനായിട്ട് തക്കം കിട്ടുമ്പോൾ സീതയുമായി സമ്പർക്കം പുലർത്താൻ വേണ്ടിയിട്ട്
അവൻ തൻ്റെ രാക്ഷസ മായാജാലം ഉപയോഗിച്ചൊരു മരത്തിൻ്റെ ആകൃതി പൂണ്ട് നിന്നതാണ് എന്നാണ്. ലക്ഷ്മണൻ അകലത്തിലൊരു കുഴിയുണ്ടാക്കി അതിൽ ആ ജഡം അതിലേക്ക് വലിച്ചിട്ട് മൂടിയതിന് ശേഷം വേറെ തടികൾ കൊണ്ട് കെട്ടി പർണശാലയൊക്കെ നിർമ്മിച്ച് ജ്യേഷ്ഠന് ശയിക്കുവാൻ പർണപുഷ്പങ്ങൾ കൊണ്ടൊരു മനോഹരമായിരിക്കുന്ന കിടക്കയുണ്ടാക്കി. അയോധ്യയിൽ എന്ന പോലെ രാമൻ ഭാമിനി രത്നമായിരിക്കുന്ന ജാനകിയോടൊപ്പം വസിക്കാൻ വേണ്ടുന്ന സൗകര്യങ്ങളെല്ലാം ഒരുക്കി. ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അനുദിനം ലക്ഷ്മണൻ ഒരുപാട് സാധനങ്ങൾ തയ്യാറാക്കാനായിട്ട് കാട്ടിലൊക്കെ പോയി നല്ല സാധനങ്ങളൊക്കെ തയ്യാറാക്കി കൊണ്ടുവരും. മധുപക്വ ഫലമൂലാദികളൊക്കെ ശേഖരിച്ചു കൊണ്ടുവരും. എന്നിട്ട് രാത്രിയിൽ എന്ത് ചെയ്യും? അദ്ദേഹം ആയുധപാണിയായി ഉറക്കമിളച്ച് അദ്ദേഹം അവിടെ അവരെ നോക്കി നിൽക്കും. എല്ലാവരും കൂടി ഒരുമിച്ച് രാവിലെ ഗൗതമി നദീതീരത്തേക്ക് യാത്ര തിരിക്കും. എന്നിട്ട് തൻ്റെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ആവശ്യത്തിനുള്ള വെള്ളവും ഒക്കെ സംഭരിച്ചു കൊണ്ടവർ അവിടെ ജീവിച്ചു. അവരവിടെ ജീവിക്കുന്ന കാലത്ത് പലപ്പോഴായി പല വിധത്തിൽ പലതരത്തിലുള്ള അസുരന്മാരുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവും. അങ്ങനെ പല അസുരന്മാരവിടെ വരുമ്പോൾ അവരെ എല്ലാം ലക്ഷ്മണൻ പലപ്പോഴും പലതും ശ്രീരാമചന്ദ്രൻ അറിയ പോലുമില്ല. അവരെ എല്ലാം നിഗ്രഹിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രനെയും സീതാദേവിയെയും സുരക്ഷിതമായി സംരക്ഷിച്ചുകൊണ്ട് നിൽക്കും ആ ലക്ഷ്മണകുമാരൻ. അപ്പോൾ അങ്ങനെ ലക്ഷ്മണകുമാരൻ ഒരു നല്ല കാവൽക്കാരനായിട്ട്, ഒരു നല്ല ഭടനായിട്ട്, ഒരു നല്ല അനുചരനായിട്ട് അവരോടൊപ്പം അവിടെ ഉണ്ടാകും. പർണശാലയിലൊക്കെ ഒരുപാട് ഈ പഞ്ചവടിയിൽ ഭഗവാൻ ഇങ്ങനെ താമസിക്കുന്നുണ്ടെന്നറിയുമ്പോൾ അനവധി മുനി ഋഷി വര്യന്മാർ ഇതെല്ലാം അറിഞ്ഞിട്ട് ഭഗവാനെ ഒരു നോക്കൊന്നൊന്ന് നേരിട്ടൊന്ന് കാണുവാനായിട്ട് അവരുടെ ആശ്രമത്തിലെത്തുകയും അവരുടെ ആതിഥ്യം സ്വീകരിച്ച് അവരുടെ അനുഗ്രഹങ്ങൾ സ്വീകരിച്ച് അവർക്ക് വേണ്ടുന്ന നല്ല നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് അനവധി ആൾക്കാർ അവിടെ ചിത്രകൂടത്തിലെ ഹ്രസ്വകാലവാസവും പഞ്ചവടിയിലെ ദീർഘദിവാസവുമൊക്കെ 13 സംവത്സരങ്ങൾ അവർ നടത്തി എന്നാണ് പറയുന്നത്. 13 വർഷക്കാലം അവർ നടത്തി എന്നാണ്. ഇനിയുമുള്ളത് 1 വർഷമാണ്. ഇനി 1 വർഷം കൂടി കഴിഞ്ഞാൽ തൻ്റെ ഈ ഒരു കാലം കഴിയുകയാണ്. അപ്പോൾ 1 വർഷം കൊണ്ട് 1 വർഷം കൂടി കഴിഞ്ഞാൽ തിരിച്ച് തനിക്ക് തൻ്റെ രാജ്യത്തിലേക്കെത്താം, അയോധ്യയിലേക്കെത്താം, തൻ്റെ സഹോദരൻ്റെ അടുക്കലേക്കെത്താം, തൻ്റെ സഹോദരന്മാരുടെ അടുക്കലേക്കെത്താം, തൻ്റെ മാതാവിൻ്റെ അടുക്കലേക്കെത്താം, തൻ്റെ അയോധ്യാവാസികളുടെ അടുക്കലേക്കെത്താം ഒക്കെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരും അവിടെ നിൽക്കുന്നു. ഇനിയുമുള്ള 1 വർഷക്കാലമാണ് വളരെ സംഭവ ബഹുലമായിരിക്കുന്ന കാര്യങ്ങൾ അവിടെ നടക്കാൻ പോകുന്നത്. രാമായണത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു വലിയ സങ്കല്പങ്ങളിലേക്ക് രാമായണത്തെ കൊണ്ടുപോകുന്ന ഭാഗങ്ങൾ വരുന്നത് ഇനിയുമാണ്. ഇതിനെല്ലാം കാരണമായി ആദ്യം വന്ന് ഭവിക്കുന്നത് ശൂർപ്പണഖയുടെ ആഗമനത്തോടു കൂടിയിട്ടാണ്. ശൂർപ്പണഖയുടെ യഥാർത്ഥ പേര് കാമരൂപിണി എന്നാണ്. അതായത് ശ്രീരാമചന്ദ്രൻ, രാംജിത്തെ നമസ്തേ, അദ്ദേഹം ഒരു ആചാര്യനാണ് രാംജിത്ത്. നമസ്കാരം രാംജിത്തെ. അപ്പോൾ ശൂർപ്പണഖയുടെ സാന്നിധ്യം കൊണ്ടാണ് രാമായണത്തിൻ്റെ തലങ്ങൾ മാറുന്നത്. സംഭവബഹുലമായിരിക്കുന്ന വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാകുന്നതും അവിടെ ശൂർപ്പണഖ വന്നതിന് ശേഷമാണ്. കാമരൂപിണി എന്നു പേരുള്ളവൾ, മുറം പോലെ നഖമുള്ളവൾ ആയതുകൊണ്ട് ശൂർപ്പണഖ എന്നുള്ള പേര് അവക്ക് കിട്ടി. അപ്പോൾ ശൂർപ്പണഖയെ വരുന്നത് മുതലുള്ള സംഭവബഹുലമായിരിക്കുന്ന കാര്യങ്ങളെ മണികണ്ഠൻ മാത്തൂർ നമസ്തേ, ലേഖായം നമസ്തേ, സംഭവബഹുലമായിരിക്കുന്ന കഥാഭാഗങ്ങൾ നമുക്ക് നാളെ ചർച്ച ചെയ്യാം. നാളെ വൈകിട്ട് എൻ്റെ അച്ഛനും അമ്മയും പളനിക്ക് പോവുകയാണ്. അവരുടെ യാത്ര സുഗമമായി നടക്കുവാനും നവഭാഷാണങ്ങൾ കൊണ്ട് നിർമ്മിതമായിരിക്കുന്ന
പളനി ശ്രീ മുരുകസ്വാമിയെ കണ്ട് അനുഗ്രഹം ഉണ്ടാകുന്നതിനൊക്കെ അവർക്ക് സാധ്യമാകട്ടെ. അതിനെല്ലാവരും പ്രാർത്ഥിക്കുക. നാളെ വൈകിട്ട് 10:30 ട്രെയിന്. നാളെ നേരത്തെ ഒരു വീഡിയോ ഉച്ച കഴിഞ്ഞിട്ട്, നമസ്തേ രാംജിത്തെ, നാളെ ഉച്ചയ്ക്ക് ഒരു ലൈവ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നാളെ ഉച്ചയ്ക്ക് അതങ്ങ് പറയാം. വൈകിട്ട് ഒരു പക്ഷേ അവരെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടേണ്ടതുകൊണ്ട് എനിക്ക് പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സുഭാഷ് എൻ പിള്ള, നമസ്തേ. അനുജയ് നമസ്തേ. നമുക്ക് അപ്പോൾ നാളെ ഉച്ചയ്ക്കൊന്ന് ഇരിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എല്ലാ വിധത്തിലുള്ള നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കമ്പ്യൂട്ടറിൽ നിന്ന് ലൈവ് കയറുന്നതിനേക്കാൾ മൊബൈലിൽ ലൈവ് കയറുമ്പോൾ കുറച്ചുകൂടി ഒരു ദൂരക്കുറവ് എനിക്ക് തോന്നുന്നു അല്ലേ? കുറച്ചുകൂടെ ഒക്കെ മാത്തൂരമ്മയെ നമസ്തേ. മാത്തൂരമ്മ വന്ന് എനിക്കൊരു അനുഗ്രഹം തരികയാണ്. തിരുമേനിയുടെ നമ്പർ ഒന്ന് തരണം. എൻ്റെ നമ്പർ എഴുതിക്കോളൂ. 94 47 399 499. 94 47. അത് BSNL അങ്ങനെയാണല്ലോ ആദ്യം തുടങ്ങുന്നത്. പിന്നെ 399 499. അതെ, മാത്തൂരമ്മ തന്നെ തരും. മാത്തൂരമ്മ തരുമ്പോഴാണ് അതിന് ബലം. മാത്തൂരമ്മ തരട്ടെ. അപ്പം എന്തായിരുന്നാലും നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും നന്മകളും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും തീർച്ചയായിട്ടും ഭരത പറഞ്ഞേക്കാം, എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും നല്ലവരായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നൽകട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ശുഭരാത്രി. ആരുടെയെങ്കിലും പേര് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. മാത്തുരമേ നമസ്തേ, ശുഭരാത്രി. ലേഖ പറഞ്ഞതുപോലെ പിള്ളൈ സന്തോഷ് നമസ്തേ. സന്തോഷം അഞ്ജിത. തിരുമേനിക്ക് പ്രണാമം അനുജ. സത്സംഗം ഇനിയും പ്രകാശപൂരിതമാകട്ടെ. ഹരിയോ. അപ്പം എന്നങ്ങനെ ഉണ്ടെങ്കിൽ പൂർണ്ണമായി എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ശുഭരാത്രി നേരുന്നുകൊണ്ട് ഞാനിപ്പോഴും പന്നിപ്രയാർ, അതായത് പൂവത്തൂർ എന്ന് പറയും, ആറന്മുളയ്ക്ക് അടുത്ത് തന്നെ പൂവത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തൊരു പന്നിപ്രയാർ ശ്രീ മഹാദേവ ക്ഷേത്രം, ഭഗവാൻ പരമശിവനും ഒപ്പം ഗണപതി ഭഗവാനും ശാസ്താവും, അതായത് കയ്യിലെ ചെന്താമര പൂവും കൊണ്ടിരിക്കുന്ന ഒരു കാല് മടക്കി വെച്ച് ഒരു കാല് മുകളിലേക്ക് ഉയർത്തി ആ കാലിൽ ഒരു ചെന്താമര പൂ കൊണ്ടിരിക്കുന്ന ശാസ്താവാണ് അവിടെ. ബിനു നമസ്തേ. പാട്ടത്തിർക്കാവ് ക്ഷേത്ര പ്രസിഡൻ്റാണ് ബിനു അല്ലേ? പാട്ടത്തിർക്കാവ് പ്രസിഡൻറ്റിന് ഞങ്ങളുടെ എല്ലാവിധമായിരിക്കുന്ന മംഗളങ്ങളും. അപ്പോൾ അങ്ങനെ ആ പന്നിപ്രയാർ ക്ഷേത്രത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ 1.5 മാസമായിട്ട് ഞാനിപ്പോൾ അവിടെയാണ്. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് ഒരിക്കൽ കൂടി വീണ്ടും കാണാം. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരു ശുഭരാത്രി. നമസ്കാരം.